നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ രണ്ടാം തവണ യുഎഇ റമദാൻ ആഘോഷിക്കുകയാണ്. ഏപ്രിൽ 8-നാണ് റമദാൻ മാസത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും ശുപാർശകളും പ്രഖ്യാപിച്ചത്. ഇഫ്താർ, സുഹൂർ ഭക്ഷണത്തിനായി പുതിയ പലചരക്ക് സാധനങ്ങൾ വാങ്ങാനായി യുഎഇ നിവാസികൾ റമദാൻ മാസങ്ങളിൽ മാളുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും പോകാറുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിൽ രണ്ടാം തവണ റമദാൻ ആഘോഷിക്കുന്നതിനാൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ സുരക്ഷിതമായി ഷോപ്പിംഗ് നടത്തുക എന്നത് ശ്രദ്ധിക്കുക. ഏപ്രിൽ 8-ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റി റമദാൻ മാസത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും ശുപാർശകളും പ്രഖ്യാപിച്ചു. ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് പലചരക്ക് കടകളിലേക്കും മറ്റു കടകളിലേക്കും സന്ദർശനം കുറയ്ക്കുക. വ്യക്തിപരമായി ഷോപ്പിംഗ് നടത്തേണ്ടത് ആവശ്യമാണെങ്കിൽ തിരക്കേറിയ സമയം ഒഴിവാക്കുക. പലചരക്ക് സാധനങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, മത്സ്യം എന്നിവ പോലുള്ള അടിസ്ഥാന ഇനങ്ങൾക്കായി ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്താനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഷോപ്പിംഗ് ട്രോളുകളുടെ ഹാൻഡിലുകൾ ശ്രദ്ധാപൂർവ്വം അണുവിമുക്തമാക്കുക. വാങ്ങാത്ത ഉൽപ്പന്നങ്ങളെ സ്പർശിക്കരുത്. വീട്ടിലെത്തിയ ശേഷം സാധനങ്ങൾ വൃത്തിയാക്കാൻ അണുനാശിനി വൈപ്പുകൾ ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും ശ്രദ്ധാപൂർവ്വം കഴുകുക. എലിവേറ്ററുകൾക്ക് പകരം എസ്കലേറ്ററുകളോ പടികളോ സാധ്യമാകുമ്പോഴെല്ലാം ഉപയോഗിക്കുക. കാർഡ്, മൊബൈൽ പേയ്മെന്റ് ആപ്പുകൾ എന്നിവ വഴി ഇലക്ട്രോണിക്കായി പണമടയ്ക്കാൻ തിരഞ്ഞെടുക്കുക. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വ്യായാമം ചെയ്യുക എന്നിവയിലൂടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. മുതിർന്ന പൗരന്മാരും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരും പോലുള്ള ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഷോപ്പിങ്ങിന് പോകുന്നതും കഴിവതും ഒഴിവാക്കണം. എല്ലാ മുൻകരുതൽ നടപടികളും പിന്തുടരുക. പൊതുവായ പ്രതിരോധ നടപടികൾ പാലിക്കുക. കുടുംബാംഗങ്ങൾക്കിടയിൽ ഈ നടപടികളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ കോവിഡ് രോഗബാധയുടെ വ്യാപനം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.